നിങ്ങൾക്ക് ഇതുപോലെ ഒരു വാഹനം വീട്ടിൽ നിന്ന് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഏത് സൈഡാണ് ചേർക്കേണ്ടത്, ഏത് എടുക്കുമ്പോൾ ഏത് സൈഡിനെ മിററി നോക്കണം, ഏത് ഭാഗത്തേക്ക് ഓടിക്കണം എന്ന് കൃത്യമായിട്ട് അറിയുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ സൈഡ് തട്ടാനുള്ള നമ്മൾ റൈറ്റ് സൈഡിലെ മിററി നോക്കി ഇറങ്ങി. അതിനുശേഷം നമുക്കിപ്പം രണ്ട് അവിടെ പാസ് ആയതിനു ശേഷം ഈ ലെഫ്റ്റ് സൈഡിലെ മിററി നോക്കണം. കാരണം ഇവിടെ നമുക്ക് നേരെ ഇറങ്ങാനുള്ളതേ ഉള്ളായിരുന്നു. കാരണം അവിടെ ഒരു സാധനം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഗ്യാപ്പ് അതിന് വേണ്ടി ഇടുന്നത്. കേട്ടോ, ആ ഗ്യാപ്പ് കിട്ടിയതിനു ശേഷം നമ്മുടെ ബായിക്ക് നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ വണ്ടി നമുക്ക് ഫ്രണ്ട് എടുത്ത് അങ്ങോട്ട് നമുക്ക് ഒടിഞ്ഞു പോകാൻ കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ബാക്കിലേക്ക് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വണ്ടിയുടെ ബായിക്ക് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുള്ളൂ. കണ്ടോ, ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററി നോക്കണം. ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ തിരിക്കുമ്പോഴാണ് വണ്ടിയുടെ ബായിക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് അടുത്ത് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൃത്യമായിട്ട് നമുക്ക് റിവേഴ്സ് ഇറങ്ങാൻ കഴിയത്തുള്ളൂ. കാരണം ഇപ്പൊ ഇങ്ങനെ ചെയ്ത് എന്താ വെച്ചാൽ നിങ്ങളിപ്പോ നോക്കുമ്പോൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് ഓർക്കും. കണ്ടില്ലേ, നിങ്ങളെ ഞാൻ ആ സാധനം കാണിച്ചു തരാം. അപ്പൊ ആ ഒരു സാധനം അവിടെ കിടക്കുന്നത് കൊണ്ടാണ് എന്ത് ആ ഒരു രീതിയിൽ അങ്ങനെ തന്നെ എടുപ്പിച്ചു. അപ്പൊ അവിടെ വന്നതിന് ശേഷം വീണ്ടും നമുക്ക് സ്പേസ് കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മുടെ വണ്ടി ഫ്രണ്ടിലോട്ട് കൊണ്ട് കൃത്യമായിട്ട് കൊണ്ട് നിർത്തുക. അതിനുശേഷം വീണ്ടും നമുക്ക് ഒറ്റ ഒടിക്ക് പോകാൻ കഴിയത്തില്ലേ, വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക. തിരിച്ച് ഓപ്പോസിറ്റ് നമ്മൾ തിരിക്കണം. കേട്ടോ, ഓപ്പോസിറ്റോട് തിരിച്ചാലേ വണ്ടി എന്ത് ചെയ്തിട്ടുള്ളൂ, നമുക്ക് ഇതുപോലെ തിരിച്ചിറങ്ങാൻ കഴിയുള്ളൂ. തിരിച്ചിറങ്ങി എത്രത്തോളം വരാമോ അത്രത്തോളം വന്നു. അതിനുശേഷം വീണ്ടും അവിടെ നിർത്തിക്കൊണ്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, വീണ്ടും മുൻപോട്ട് തന്നെ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കണ്ടില്ലേ, നമുക്ക് ഈ ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് അടുപ്പിച്ച് കൊടുക്കണം. ഈ റൈറ്റ് സൈഡിലോട്ട് നോക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഈ റൈറ്റ് സൈഡ് പോയി തട്ടാൻ പോകുന്നത്. കണ്ടാ, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇറങ്ങി ഈ ഭാഗത്ത് നിന്ന് മറിഞ്ഞു വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ആക്കി കൊടുക്കണം. കണ്ട, ഈ ഒരു ഭാഗത്തേക്ക് ആക്കി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് ഇറങ്ങാൻ കഴിയത്തുള്ളൂ. കണ്ട, കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ ഇറങ്ങാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഇറങ്ങാൻ കഴിയും. ഈ സ്ഥലത്തിന്റെ പേരെന്താ? തുരുത്തി. ഏതാ ജില്ല? കോട്ടയം ജില്ല തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് ശേഷം പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടാണ് നിർത്തിക്കുമെന്ന് പറയും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നത് കണ്ടിട്ടില്ലേ ഓടിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട. കാരണം പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് എന്റെ ജില്ലയിൽ. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരത്തിന് ഇടയിലുള്ള കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും.